ഹായ് നമസ്കാരമുണ്ട്. നമുക്ക് 2 ദിവസം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വെഹിക്കിളിലെ ഒരു ഡ്രൈവർ ലീവ് ആയിരുന്നു. അപ്പോൾ ആ ജോലി ഞാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ജോലികളുടെ കൂടെ അതായതുകൊണ്ട് കുറച്ച് തിരക്കിലായിപ്പോയി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോ അതുപോലെയുള്ള മറ്റ് ഇലക്ട്രിക് ഓട്ടോകളിലൊക്കെ കുറേ ആദ്യ കാലങ്ങളിൽ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാവാവുന്ന ചെറിയൊരു കാര്യമാണ്. നമ്മുടെ കയറ്റത്തിലൊക്കെ വണ്ടി നിർത്തിയിട്ട് പിന്നെ മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ടി പിന്നിലേക്ക് വരുന്നൊരവസ്ഥ. അത് കുറേ ആളുകൾക്ക് അറിയാവുന്നവരുണ്ടാവുക, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോണ്ട്ര ഇലക്ട്രിക് വണ്ടികളിൽ നമ്മൾ ട്രിപ്പ് മീറ്റർ സെറ്റ് ചെയ്യണ അവസ്ഥ, കിലോമീറ്റർ നമ്മൾ 0 ആക്കുക. കുറച്ച് അറിയുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് അതൊന്നും മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മൾ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ വണ്ടി നിൽക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കയറ്റത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഓൺ ചെയ്ത് നമ്മൾ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ട് അതിലിപ്പോൾ പാർക്ക് ലൈറ്റ് കത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് വിട്ടാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വിടാൻ പറ്റും. നമ്മൾ മോഡ് ന്യൂട്രൽ നിന്ന് ഓട്ടോമാറ്റിക് നമ്മൾ എക്കോയിലേക്കോ ഡ്രൈവിലേക്കോ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വിടുക. പ്രസ് ചെയ്ത് ഓൺ ചെയ്തിട്ടൊരു അല്പസമയം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഐഡിയൽ അല്ലെങ്കിൽ റെഡി അങ്ങനെ വരുമ്പോൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്കതിൽ സർവീസ് എഴുതി കാണിക്കും. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ടപ്പോഴാണ് അതിൽ F എന്ന് എഴുതി കാണിച്ചത്. ഫ്രണ്ടിലേക്ക് പോകാനും ഓക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ റിവേഴ്സിലേക്ക് വരുമ്പോഴും അത് കാണിക്കും. നമ്മുടെ മോഡ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എക്കോ മോഡിലാണ് കിടക്കുന്നതുകൊണ്ടാണ് അത് നമ്മളങ്ങനെ നമ്മൾ ചവിട്ടിയ ഉടനെ F വന്ന്. ഇപ്പോൾ ന്യൂട്രലാണെങ്കിൽ N എന്നാണ് വരിക, റിവേഴ്സിലാണെങ്കിൽ R എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നോക്കുകയാണ്. ഫ്രണ്ടിലേക്ക് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല കയറ്റം ഭാഗത്ത് നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് എടുക്കുകയാണ്. നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന് ആക്സിലേറ്ററിൻ്റെ മേലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടും. അതല്ലാത്ത പുതിയതായിട്ട് എടുക്കണവർക്ക് അല്ലെങ്കിൽ ഡ്രൈവിങ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ചിലവർക്ക് അറിയണവരുണ്ടാവും, അറിയണവരെ നമുക്ക് ഒഴിവാക്കുന്നു, അറിയാത്തവരോട് പറയണം. ഇപ്പോൾ നമ്മൾ അങ്ങനെ കയറ്റത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒരു മീഡിയം ലെവലിലൊന്ന് വലിച്ചിടുക. ഫുള്ള് വലിക്കാണ്ട് ജസ്റ്റ് ഒന്ന് 2 ഒരു ക്ലിക്കുന്ന സൗണ്ട് കേൾക്കുന്നവരെ ഒന്ന് വലിച്ചിട്ടിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ നോർമലി ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നോർമലി റൈറ്റ് ഹാൻഡിൽ കൊടുക്കുന്നത് പകരം നമ്മൾ അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ആക്സിലേറ്റർ വെക്കാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡ് ആക്സിലേറ്റർ വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകിൽ നമ്മൾ നോർമലി ആക്സിലേറ്റർ കൊടുക്കുന്ന റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒരു പൊടിക്ക് ആക്സിലേറ്റർ കൊടുക്കുകയും നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഹാൻഡ് ബ്രേക്ക് മീഡിയം വലിച്ച് വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് നമ്മൾ കൈ നോർമലായിട്ട് ലെഫ്റ്റോ റൈറ്റോ ഏത് കൈ കൊണ്ട് ആക്സിലേറ്റർ കൊടുത്താലും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ വലത്തെ കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനോട് കൂടിയിട്ട് ആക്സിലേറ്റർ തട്ടി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടി ഫ്രണ്ടിലേക്ക് മാത്രം പോകാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സ്വല്പം പിന്നിലേക്ക് വരും. നമുക്ക് ബാക്കിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ആക്സിഡൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അത് സിമ്പിളായിട്ട് നടക്കും. അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് കിലോമീറ്റർ നമുക്ക് 0 ആക്കേണ്ട വരുന്ന അവസ്ഥ. നമ്മൾ ട്രിപ്പ് എയും ട്രിപ്പ് ബിയും ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ അറിയണവർക്ക് വളരെ സിമ്പിളാവും, അല്ലാത്തവർക്ക് കുറച്ച് മറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചതിനേക്കാൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ ട്രിപ്പ് എ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് ബി കാണിക്കുന്നുണ്ട്, അതുപോലെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്വിച്ചും കാണിക്കുന്നുണ്ട്, ഒരു ബട്ടൺ. അപ്പോൾ നമ്മളതിലൊരു 10 സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് നിന്നാൽ, ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് നിന്നാൽ അത് നമുക്ക് അങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് 0 ആവും. അതുപോലെ തന്നെ ട്രിപ്പ് ബി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ട്രിപ്പ് എയിലേക്ക് തന്നെ പോയി അതേപോലെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് ഒറ്റ ഞെക്ക് ഹോൾഡ് ചെയ്യരുത്. അപ്പോൾ ട്രിപ്പ് ബിയിലേക്ക് പോകും, ട്രിപ്പ് ബി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അവിടെ ഒന്ന് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, അപ്പോഴും അത് 0 ആവും. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നത് നമ്മൾ നോർമലി ഇപ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ട്രിപ്പ് ബി 0 ആക്കും. അത് കുറച്ച് നമ്മൾ ഓരോ ട്രിപ്പ് നമുക്ക് ഓടുമ്പോൾ നമുക്ക് ഫയർ മേടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് എ ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക്. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ നമുക്ക് ഫോണിലൂടെയോ അഥവാ സ്റ്റാൻഡിലൂടെയോ ഒന്നും നമ്മൾ ഓട്ടോ ട്രിപ്പുകൾ കിട്ടാത്തവർക്ക് എങ്ങനെ ഒരു ദിവസം തള്ളി നീക്കാം, ജീവിക്കാനുള്ള വക കിട്ടുമെന്നുള്ളത് നമുക്ക് ശ്രമിക്കാം.